അങ്ങനെ അതും സെറ്റ്. എന്താണെന്നല്ലേ, ഇത് തന്നെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ബിക്കോസ് ഇത് നമ്മുടെ സ്വന്തം അയൺ ഫാം തന്നെയാണ്. ഞാൻ ഇതുവരെ ആർമറോ ടൂൾസോ ഒന്നും അയണിൻ്റെ ആയിട്ടില്ലായിരുന്നു. സോ അതിന് മുമ്പ് തന്നെ ഈ അയൺ ഫാം ഉണ്ടാക്കിയത് നമുക്ക് പെട്ടെന്ന് തന്നെ ടൂൾസിലേക്കോ ആർമറിലേക്കോ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പാണ്. ഈ വില്ലേജേഴ്സിനെ കണ്ട ഇവരൊരു 4-5 പേരായപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അയൺ ഫാമിൻ്റെ പണി തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു വില്ലേജോ അല്ലെ ബെഡോ അല്ലെങ്കിൽ വില്ലേജസൊന്നും ഇല്ലാതെ ഒരു ഏകദേശം ഒരു 100 ബ്ലോക്ക് മാറ്റിയിട്ട് വേണം ഈ ഒരു അയൺ ഫാം പണിയാൻ വേണ്ടി. അതിപ്പോൾ ഏതൊരു ബെഡ് റോക്ക് ആയാലും ജാവ ആയാലും ഏതൊരു ഇതിൽ തന്നെ ആയാലും ഏതൊരു മൈൻക്രാഫ്റ്റിലായാലും ഈ ഒരു അയൺ ഫാം വർക്കാവണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 ബ്ലോക്കെങ്കിലും വില്ലേജസ് ഒന്നും ഇല്ലാത്തിടത്ത് നിന്ന് മാറ്റിയിട്ട് വേണം ഈ ഒരു അയൺ ഫാം പണിയാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ഇതൊക്കെ ഈ ഒരു പുല്ലൊക്കെ മാറ്റി ഫുള്ളൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയോ ഓരോ കുഴിക്കകത്തു നിന്നൊക്കെ ഓരോന്നും എന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. തോരനും ലെതറിൻ്റെ ആർമറാണ്, ഫുൾ ആർമറാണ് ഇട്ടിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡോഗുള്ളതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷോട്ട് കൊടുത്താൽ തന്നെ പിന്നെ അവ നോക്കിക്കോളും. സപ്പോർട്ടാണ്. ഇവൻ എനിക്ക് തോന്നുന്നു നല്ലൊരു അടിപൊളി ചെറുക്കനാണ്, യോദ്ധാവാണ്. ഓക്കെ, നമ്മളെ രക്ഷിക്കുന്ന യോദ്ധാവാണ്. നമുക്ക് നല്ലൊരു ഈ ഒരു പേര് കൊള്ളാം. യോദ്ധാവ്. നമുക്ക് നെയിം ടാഗൊക്കെ കിട്ടുമ്പോൾ യോദ്ധാവ് എന്നുള്ള പേരും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനിവിടെ കൊള്ള പോച്ചയൊക്കെ കളഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്ത ബ്ലോക്കൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഇവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു അയൺ ഗോളത്തിൻ്റെ പണി, അയൺ ഗോളമല്ല അയൺ ഫാം തുടങ്ങുന്നതിൻ്റെ റീസൺസ് എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെസ്റ്റ്. കാരണം നമ്മൾ ആദ്യമേ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും തുടങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് അവിടെ വരെ ചെന്ന് അവിടെ നിന്ന് ഇവിടെ വരെ വരുമ്പോഴത്തേക്കും എൻ്റെ ഹങ്കർ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം എന്തായാലും അടുത്ത് തന്നെ ആക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേഗം തന്നെ ഈ ഒരു കുറച്ച് നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇങ്ങനൊരു പണിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഫുൾ സെറ്റായിരിക്കണം. സോ ഫസ്റ്റ് ഞാൻ കുറച്ച് ടൂൾസൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഡേർട്ടൊക്കെ എടുത്ത് ഇവിടെ ഫുള്ളുള്ള കുഴിയൊക്കെ ഒന്ന് അടച്ച് ഇവിടെ ഒന്ന് സ്പേസ് ആക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 9 ബ്ലോക്ക് ഇത് ഈ രീതിയിൽ പൊട്ടിക്കണം. പിന്നെ ഈ ഒരു ട്യൂട്ടോറിയൽ എൻ്റെ അല്ല, ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ആ ഒരു ആപ്പിന് പറ്റിയ അതിന് പെട്ടെന്ന് വർക്കാവുന്ന ട്യൂട്ടോറിയൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ട്യൂട്ടോറിയലാണ്, അല്ലാതായിട്ട് ട്യൂട്ടോറിയൽ അല്ല. ഓക്കെ, അപ്പം ഈ രീതി നമ്മൾ 9 ബ്ലോക്കിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മളങ്ങനെ 9 ബ്ലോക്കിലൊക്കെ ചെയ്യണം. ഇപ്പം ഇവനാരെങ്കിലും എൻ്റെ കൂടെ, അതായത് ഞാൻ കളിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ താഴോട്ട് 4 ബ്ലോക്ക് ചെയ്യണം കേട്ടോ. ഫസ്റ്റൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അയൺ ഫാമാണ് പണിയുന്നത്. സോ അപ്പോൾ എന്നാലും ഫുൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഏകദേശം ഒരു നടുക്കായിട്ട് വന്നതിന് ശേഷം 5 ബ്ലോക്കിൽ ഇതങ്ങോട്ട് നമ്മൾ മൈൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചതുരം ലുക്കിൽ നമ്മൾ ഏകദേശം ഒരു നടുക്ക് അങ്ങനത്തെ രീതിയിൽ 2 ബ്ലോക്ക് വിട്ടതിന് ശേഷം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ മൈൻ ചെയ്യുക. അപ്പോൾ അതിനിടയിൽ കൂടെ രാത്രിയാവുന്നു പകലാവുന്നു എന്തൊക്കെ കാണണം അല്ലേ. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ പൊട്ടിച്ച് ഒരു ഏകദേശം ഒരു ഇതാക്കിയതിന് ശേഷം ഈ താഴോട്ട് കുഴിക്കുക. താഴോട്ട് 5 ബ്ലോക്ക് തന്നെയാണ് കുഴിക്കേണ്ടത്. താഴോട്ട് 5 ബ്ലോക്ക് കുഴിക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിതാ പണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 20 ബെഡ് വേണം. 20 ബെഡ് ഇനി ഞാൻ ക്രിയേറ്റീവിൽ പോയി ഉണ്ടാക്കിയതാണെന്ന് നിങ്ങളാരും പറയരുത്. അതിനുള്ള തെളിവ് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും ആടിനെയാണല്ലോ വേണ്ടത്, ഷീപ്പിനെയാണ് വേണ്ടത്. സോ ആ ഷീപ്പിനെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു തെളിവ് അങ്ങോട്ട് പോകുന്നുണ്ട്, രോമമൊന്നുമില്ലാതെ. അതാണ് ഒന്നാമത്തെ തെളിവ്. ഇനി ബാക്കിയുള്ള തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് കേട്ടോ.
അപ്പം കാണിച്ചു തരാം. ഓക്കെ, ഞാനിങ്ങനെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഏതെങ്കിലും അടുത്തൊരു എപ്പിസോഡിലും എല്ലാം നമ്മൾ ഫുള്ളൊന്ന് വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ബിക്കോസ് ഒരു ഫുൾ കുഴിയാണ് ക്രീപ്പർ പൊട്ടിത്തെറിച്ചത്. അങ്ങനെ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള തെളിവുകൾ. ഇതിന് ഒരുപാട് നേരം ഞാൻ നിന്നിട്ടാണ് ഇത്രയും ബെഡ് ഉണ്ടാക്കിയത്. ആരും ക്രിയേറ്റീവിൽ ഉണ്ടാക്കിയതാണെന്ന് പറയരുത്, സങ്കടം വരും. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി ഈ ഒരു ബെഡ് വെക്കണം. ബെഡ് വെക്കണതൊക്കെ സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ നമുക്ക് മേപ്പോട്ട് കയറാൻ വെച്ച ഈ ഒരു ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റാൻ വെക്കുന്നത് ഒരു വൃത്തികേടാണ്. ഓക്കെ, അപ്പം ഏതായാലും ഈ ഒരു രീതിയിൽ നമ്മൾ ബെഡ് വെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ 5 ബെഡ്, ഇപ്പുറത്തെ സൈഡിലും 5 ബെഡ്, അങ്ങനെ ബെഡ് വയ്ക്കുക. എന്നിട്ട് ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കുഴിക്കുക. എന്നിട്ട് അതിൻ്റെ കീഴിലുള്ള ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അവിടെയും ബെഡ് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫുള്ള് 2 റോ ആയിട്ട് ബെഡ് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് 2 ബെഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ആ നടുക്കുന്ന 2 ബ്ലോക്ക് ഹൈൽ ഇതുപോലെ പണിയാം. അപ്പോൾ 2 ബ്ലോക്ക് ഹൈൽ പണിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബ്ലോക്കും കൂടെ മുമ്പോട്ട് വെക്കുക. അതേപോലെ ഒരു ബ്ലോക്ക് കൂടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു മോൾ ഭാഗം അങ്ങ് അടയ്ക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തല പുകയ്ക്കാത്തത്. അപ്പോൾ നമ്മളിതുപോലെ പണിയാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടാത്ത ഒരു മിസ്റ്റേക്കാണ് ഇങ്ങനെ ബെഡിൻ്റെ മണ്ട എടുത്ത് ചാടരുത്, പണി കിട്ടും. പിന്നെ ഞാൻ ഈ സൈഡ് തുറന്നിട്ടൊക്കെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഫുള്ള് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഇനിയിപ്പോൾ ഫ്ലെച്ചിങ് ടേബിൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഫ്ലിൻ്റൊക്കെ വേണം. അപ്പം ഏകദേശം 20 എണ്ണമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാൻ 16 എണ്ണമാണ് ചെയ്തത്. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമുക്കൊരു ഫ്ലെച്ചിങ് ടേബിൾ എടുക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്ലിൻ്റ് വേണമെങ്കിൽ നമ്മൾ ഗ്രാവൽ ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് വെച്ച് അങ്ങനെ വെക്കുമ്പം നമുക്ക് ആ ഒരു സാധനം ഗ്രാവൽ ഡ്രോപ്പ് ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫ്ലിൻറ്റും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലതിന് കിട്ടും, അപ്പോൾ അങ്ങനെ കിട്ടും, കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് ഫ്ലിൻറ്റ് ഉണ്ടാക്കാം. ഫ്ലിൻറ്റ് കിട്ടും, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലെച്ചിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മളിങ്ങനെ ഒരു കുരിശ് പോലെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ ഒരു ഫ്ലെച്ചിങ് ടേബിൾ വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് 20 എണ്ണം വേണം എന്നാണല്ലോ. നമ്മൾ ഈ കുരിശ് പോലെ വെച്ചതിന് ശേഷം ഒരു സൈഡിലൊരു താഴ്ഭാഗത്തായിട്ട് ഒരു എണ്ണം കൂടെ വെക്കണം. പക്ഷെ ഞാനത് വെച്ചില്ല, അതാണ് പറ്റിയത്. പക്ഷേ സാധനമൊക്കെ സ്മോൾ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും ഐ തിങ്ക് അങ്ങനെ വെച്ചാൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കറക്റ്റാക്കി ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുരിശ് പോലെ 4 സൈഡിലും വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നടുക്കൊരു ടോർച്ച് വെക്കണം. അപ്പോൾ എൻ്റെ ടോർച്ചില്ല, വേഗം പോയി ഒരു ടോർച്ച് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ടോർച്ച് എടുക്കാൻ പോയി തിരിച്ച് വന്ന് ഞാൻ 2 വില്ലേജേഴ്സിനെയും കൂടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു പണി കിട്ടിയത്. 4 ബേബി വില്ലേജേഴ്സിനെ കൊണ്ടുവന്നൊരു ബോട്ടാണിത്. ഇതല്ല, ഇതിൻ്റെ കീഴിൽ വേറൊരെണ്ണം കൂടെ ഉണ്ട്. 2 ബോട്ടിൽ 4 കുഞ്ഞു വില്ലേജേഴ്സ്. അപ്പോൾ അതിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും പെട്ടെന്നാണുള്ള സോംബീസ് എല്ലാം കൂടെ ഇറങ്ങി വന്നത്. കണ്ടോ, ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ആ തിരുമോന്ത. ഓക്കെ, അങ്ങനെ നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവൻ. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ ഫുള്ള് എന്താക്കണം, ഇവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം എൻ്റെ സാധനങ്ങളാണ്. ഇതൊക്കെ തിരിച്ചെടുക്കണം. അങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമാധാനമാകും. പക്ഷേ സങ്കടമുണ്ട്, 4 വില്ലേജേഴ്സാണ് പോയത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നൈറ്റ് ആവുന്നു എന്നുള്ള സൂചന വരുമ്പോഴത്തേക്കും കയറി ഓടിക്കണം. പിന്നെ ഇവിടെ കുറച്ച് വില്ലേജസിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത്രയും വില്ലേജസ്, പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ പണി ഇതെന്ന് വെച്ചാൽ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാണ്. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ള എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഒരു പണിയാക്കും. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. മൊത്തം പണിയാണ് ഇന്നത്തെ ദിവസം. ഈ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കാതെ ഒരു വീഡിയോ എടുത്തില്ല. മൂന്നാമത്തെ പണിയാണിതാ ഇത്. അതായത് നമ്മളുടെ ആ ഒരു കുഴിക്കകത്ത് നമ്മൾ വില്ലേജിനെ ഇട്ടല്ലോ, അതിനകത്ത് സോംബി. ഞാൻ ഈ രണ്ടാമത് സ്പോണായപ്പം ഈ ഒരു വില്ലേജ് ബ്രീഡറിൻ്റെ ഉള്ളിലാണ് സ്പോണായത്. കാരണം അവിടെ എനിക്ക് കുറച്ച് ബെഡിനകത്ത് ഞാൻ നേരത്തെ കിടന്നുറങ്ങിയായിരുന്നേ. സോ അതുകൊണ്ട്
പിന്നെ ഈ ഒരു വില്ലേജ് ബ്രീഡർ സ്ഥിരമായിട്ടാണ് വർക്കാവുന്നത്, നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കിടന്നൊന്ന് ഉറങ്ങിയതിന് ശേഷം പോയി നോക്കാം. നല്ല പേടിയുണ്ട്, ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും നിന്നിട്ട് പണിയണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സോംബി ഇറങ്ങി വന്ന് എന്നെ കൊല്ലാൻ നോക്കി. ഞാനാണെങ്കിൽ കൈ എന്ന് പറഞ്ഞിട്ട് അടിച്ചവനെ കൊന്നിട്ടുണ്ട്. കുറച്ച് ഹെൽത്തൊക്കെ പോയി, അപ്പം അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, നമ്മൾക്ക് ചത്തില്ലല്ലോ, അത് മതി. ഇനി ഞാൻ വീട്ടിൽ പോയി നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊന്ന്, വീടല്ല നമ്മുടെ അയൺ ഫാമിൻ്റെ അവിടെ പോയി നമ്മുടെ അവസ്ഥയൊന്ന് നോക്കാം. ഒരാളെങ്കിലും ഉണ്ടെങ്കിലും സമാധാനമായേനെ. ഒന്ന് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കാമല്ലേ, ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും എണ്ണത്തിനെ അവിടെ കൊണ്ടുവച്ചത്. നമ്മുടെ ഇരുഭാഗത്ത് അത്യാവശ്യം സോംബീസ് ആയി, പക്ഷെ എന്നാലും കുറച്ചൊക്കെ സോംബീസ് ആയിട്ടില്ല. അപ്പോൾ ഉള്ളതിനെ കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചും കൂടി വില്ലേജസിന് ആവശ്യമുണ്ട്, അപ്പം നമുക്ക് കുറച്ചുകൂടി വില്ലേജസിനെ കൊണ്ട് പോവാം. സോ അങ്ങനെ ഇവിടെ 2-3-4 വലിയ വില്ലേജസ് ഉണ്ട്. പിന്നെ മേളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കുരുപ്പുകളൊക്കെ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ AFK റൂമിൽ ആരായിരുന്നു നിങ്ങളെ കയറാൻ പറഞ്ഞേ, ഇറങ്ങടാ, എന്തൊക്കെ കാണണം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഫുള്ള് നോക്കി കണ്ടു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പോകണം. എവിടെ പോകണം? അയൺ ഫാമിൻ്റെ അടുത്ത് പോകണം. അയ്യോ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര പാടായിരിക്കുമെന്ന്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു. ബിക്കോസ് ഈ അയണൊക്കെ ഈ ഹോപ്പർ ഉണ്ടാക്കാനും അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും സിമ്പിളായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പണിയാണ് എന്നെ കൂടുതലായിട്ടും ദേഷ്യം പിടിപ്പിച്ചത്. ആൻഡ് ഇപ്പോൾ ഞാൻ പോകുന്ന എവിടേക്കാന്ന് ചോദിച്ചാൽ ലാവയുടെ അടുത്ത സ്ഥലത്തേക്ക്. അതായത് ഞാൻ ലാവ നമ്മുടെ അയൺ ഫാമിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലാവ എവിടെ നിന്നാണ് എടുത്തത് എന്ന് ഞാൻ കാണിക്കാനായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഈ ലാവ ഞാൻ ക്രിയേറ്റീവിൽ നിന്ന് എടുത്തതാണെന്ന് പറയരുത് പ്ലീസ്. അപ്പോൾ അതാ ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ വലിയൊരു കേവാണ്. അപ്പം ആ സൈഡിൽ നിന്ന് തുടങ്ങിയ ഒരു ലാവയുടെ അവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ലാവ എടുത്തത്. അപ്പോൾ ലാവ അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. പിന്നെ ഇവൻ നമ്മുടെ ആ ഒരു ഹോഴ്സ് അല്ല, അത് വേറൊരു കുതിരയാണ്. ഓക്കെ, അതിൻ്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് കയറി വന്നതാണ്, എനിക്കറിയത്തില്ല സത്യാവസ്ഥ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു അയൺ ഫാമിൻ്റെ കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് അയൺ കാണിച്ചു തരാം. 32 അയൺ ലാഭമാണ്, കാരണം നമുക്ക് ചുമ്മാ കിട്ടുന്ന അയണല്ലേ, അപ്പം ലാഭമാണ്. പക്ഷെ ചുമ്മാ അല്ലല്ലോ, ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് കിട്ടുന്ന അയണാണ്. ബട്ട് നമുക്ക് അങ്ങനെയൊക്കെ അങ്ങ് പറയാം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു അയൺ ഫാം വർക്കിംഗ് ആവുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വർക്കിംഗ് ആണ്. അത് അത്യാവശ്യം വർക്കിംഗ് അല്ല, കാരണം ചില സമയത്ത് കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ട്. എനിക്കറിയില്ല, ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഇത്രയൊക്കെ മതി നമുക്ക്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് നേരം കഷ്ടപ്പെട്ടു, പക്ഷേ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളൂ. കാരണം കൂടുതൽ സമയം ഞാൻ ഓഫ് ക്യാമറയിലാണ് ഗ്രൈൻഡ് ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെനിക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.